കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ജൈവ വൈവിധ്യത നഷ്ടപ്പെടുന്നത് തടയുവാൻ കർഷകരും ജൈവ വൈവിധ്യ ബോർഡ് അംഗങ്ങളും പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയും ഡിവൈഎസ്പിയുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ലോക തണ്ണീർത്തട ദിനത്തിൽ കൈപ്പാട് കൃഷിയിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സുസ്ഥിര ഉപജീവനവും ലക്ഷ്യമിട്ട് പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന കർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. തണ്ണീർ തീരദേശങ്ങളും പറ്റാത്ത മറ്റു പ്രദേശങ്ങളും സംരക്ഷിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലോക തണ്ണീർത്തട ദിനത്തിലാണ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. ചമയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ പദ്ധതി വിശദീകരിച്ചു. എസ് ടെസി, PK രതീഷ്, സാബു ജോസഫ്, KV സുമേഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ എന്തിനേക്കോ മറക്കുന്നു, എന്തിനേക്കോ നമ്മൾ അവഗണിക്കുന്നു, നമ്മൾ നേരാവണ്ണം പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമം വരുന്നത്. അല്ലെങ്കിൽ നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും ആ കാര്യം സാധിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമത്തിന്റെ ആവശ്യമില്ല. അതുകൂടാതെ വേറൊരു നിയമമുണ്ട്. എന്താ? റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടിട്ടുണ്ടോ? ഈ നമ്മുടെ മണലൂറ്റുന്ന പരിപാടിയൊക്കെ ആ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിലൂടെയാണ് പെർമിഷനൊക്കെ എടുക്കുന്നത്. റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ആലോചിച്ചു. ഇത് വേറെ പുറമേയുള്ള ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ ടോക്കിയോയിൽ ജപ്പാനിൽ പോയിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള പല നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ എൻവയോൺമെന്റ് ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും ആദ്യം ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. പക്ഷെ അതിൽ ഒരാൾ പറഞ്ഞൊരു വാക്കായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഈ നിയമമൊക്കെ അവിടെ വന്നത്? അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെല്ലാം ഇതിനെ അവഗണിക്കുന്നു, അതുകൊണ്ടാണല്ലോ നിയമം വരുന്നത്. നിയമം അത് പോലീസും പട്ടാളവും ജിയോളജിയും എന്താണ് റവന്യൂവും അധികാരികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് വലിയൊരു തെറ്റായിപ്പോയി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാലാകാലങ്ങളിൽ നമ്മൾ ചെയ്ത വലിയ തെറ്റിന്റെ ഒരു എന്താ പറയാ റിഫ്ലക്ഷൻ. തുടർന്ന് തണ്ണീർത്തട സംരക്ഷണത്തിൽ കൈപ്പാടിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഗവേഷകയും ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവിയുമായ ഡോക്ടർ ടി വനജ വിഷയാവതരണം നടത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരും ജൈവ വൈവിധ്യ സമിതി അംഗങ്ങളുമായ 75 പ്രതിനിധികൾ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.